വയലും വീടും. ഈ പരിപാടിയുടെ പ്രായോജകർ നാളികേര വികസന ബോർഡ്. നാളികേര വികസന ബോർഡ് വയലും വീടും. കൽപ്പവൃക്ഷത്തിന് കരുതലായി നാളികേര വികസന ബോർഡ്. തെങ്ങ് കൃഷി, വിള പരിപാലനം, സംസ്കരണം, വിപണനം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്ര പ്രക്ഷേപണ പരമ്പര. കൽപ്പവൃക്ഷത്തിന് കരുതലായി നാളികേര വികസന ബോർഡ് പരമ്പരയുടെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തെങ്ങ് ഒരു നിശബ്ദ ദാർശനികനാണ്. അതിന്റെ ഓരോ ഭാഗത്തിനും വ്യക്തമായ ഒരു പ്രയോജനമുണ്ട്. ഇലകൾ കുടിലുകൾക്കും തണലിനും വഴിയൊരുക്കുന്നു. തടി ഉറപ്പുള്ള മരക്കെട്ടായി മാറുന്നു. ഫലം ശരീരത്തെ പോഷിപ്പിക്കുന്നു. അതിന്റെ കരുത്തുള്ള ചകിരി നാരുപോലും കയറായി മാറ്റപ്പെടുന്നു. ഇവിടെ ഒന്നും പാഴാകുന്നില്ല. വെറുതെ കാഴ്ചയ്ക്കായി മാത്രം നിലനിൽക്കുന്ന ഒന്നുമില്ല. ഉയരമോ രൂപമോ അല്ല, പ്രയോജനമാണ് അതിന്റെ മൂല്യം നിശ്ചയിക്കുന്നതെന്ന് തെങ്ങ് നിശബ്ദമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും. നമ്മുടെ കഴിവുകൾ, പരിശ്രമങ്ങൾ, സമയങ്ങൾ എല്ലാം മറ്റുള്ളവർക്കുള്ള സേവനമായി മാറുമ്പോഴാണ് ജീവിതത്തിന് യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത്. തെങ്ങിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘടകത്തിനും സേവനത്തിലൂടെ ഒരു ലക്ഷ്യം ലഭിക്കുമ്പോൾ സംതൃപ്തി സ്വാഭാവികമായി നമ്മെ തേടിയെത്തും. അത് വെറും വിജയത്തിൽ മാത്രം ആധാരമാക്കിയതല്ല, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന് നാം എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നതിലാണ് അതിന്റെ വേരുകൾ. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. എന്നത്തെയും പോലെ ഇന്നും ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: കേരളത്തിൽ വിത്തുതേങ്ങ ശേഖരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയും. പരിപാടിയെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. തെങ്ങിൻ തോപ്പ് പരിപാലനം, പൂങ്കുലച്ചാഴി, തെങ്ങോലപ്പുഴു എന്നീ പുഴുക്കൾ തെങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു? നാളികേര വികസന ബോർഡിന്റെ ചില പദ്ധതികൾ, കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ പങ്കെടുത്ത പരിപാടിയുടെ റിപ്പോർട്ട് എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് പരിപാടിയിലേക്ക് പോകാം. തെങ്ങ് നട്ടുകഴിഞ്ഞ് അതിന്റെ പരിപാലനം പലരും മറന്നു തുടങ്ങിയ കാലമാണിത്. മലയാളിക്ക് ഇന്ന് തേങ്ങയ്ക്കും ക്ഷാമം നേരിടുന്നുണ്ട്. വീണ്ടും സ്ഥിതിഗതികൾ മോശമായി തുടങ്ങിയപ്പോഴാണ് തെങ്ങിന്റെയും തേങ്ങയുടെയും ഒക്കെ വില മനസ്സിലാക്കി തെങ്ങിനെ പരിപാലിക്കണമെന്ന ചിന്ത ഉണ്ടായി തുടങ്ങിയത്. മറ്റു വിളകൾക്കെന്ന പോലെ തെങ്ങിനും പരിപാലനം ആവശ്യമാണ്. ഒരു തെങ്ങ് നട്ടുകഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു തെങ്ങിൻ തോപ്പിന് എന്തൊക്കെ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു തരികയാണ് നാളികേര വികസന ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആർ ദീപ്തി. തെങ്ങിനെ അറിഞ്ഞുകൊണ്ട് ആരോഗ്യ പരിപാലനവും കൃത്യമായ സമയങ്ങളിലുള്ള വളപ്രയോഗവും ജലസേചനവും ഇടവിള കൃഷിയും എല്ലാം ഉറപ്പുവരുത്തുകയാണെങ്കിൽ തെങ്ങ് ഒരു ആദായകരമായ വിള തന്നെയാണ്. മറ്റു വൃക്ഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒട്ടനവധി സവിശേഷതകൾ ഉള്ള ഒന്നാണ് തെങ്ങ്. തെങ്ങിൻ്റെ ശരാശരി ആയുസ് 80 മുതൽ 100 വർഷം വരെയാണ്. കായ്ഫലം നൽകി തുടങ്ങിയാൽ 3 മുതൽ 7 വർഷം വരെ സമയമെടുക്കുമെങ്കിലും കായ്ച്ചു തുടങ്ങിയാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ എല്ലാ മാസവും വിളവ് നൽകുന്ന ഒരു വിളയാണ് തെങ്ങ്. എല്ലാ മാസവും ഓരോ ഓല വിരിയുകയും ഓരോ ഓലക്കവളുകളിലും ഓരോ പൂങ്കുലയും കാണുന്നു. തെങ്ങിൻ്റെ വേര് മുതൽ തലപ്പ് വരെ എല്ലാ ഭാഗവും മനുഷ്യരാശിക്ക് ഉപയോഗപ്രദമായതിനാലാണ് തെങ്ങ് കൽപ്പവൃക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റു വൃക്ഷങ്ങളെപ്പോലെ അല്ല തെങ്ങിന് തായ് വേരുകളില്ല എന്നത് ഒരു വലിയ സവിശേഷതയാണ്. തെങ്ങിൻ്റെ വേരുകൾക്ക് മൂലരോമങ്ങൾ ഇല്ല, അതായത് അതിന് റൂട്ട് ഹെയർസ് ഇല്ല. വേരിൻ്റെ അറ്റത്തുള്ള
തൊപ്പിക്ക് പിന്നിലുള്ള വെളുത്ത ഭാഗത്തിലൂടെയാണ് മണ്ണിലെ മൂലകങ്ങളെല്ലാം തെങ്ങ് ആഗിരണം ചെയ്യുന്നത്. തെങ്ങിൻ്റെ വേരുപടലങ്ങൾ, അതായത് വേരിൻ്റെ 80% 5 അടി ആഴത്തിലും തടിയിൽ നിന്ന് 6 അടി ദൂരേക്കുമാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ തെങ്ങിൽ വളപ്രയോഗം നടത്തുമ്പോൾ തെങ്ങിൻ തടം തുറന്ന് നമ്മൾ വളമിടുന്നത് ഈ വേരിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചായിട്ട് ശുപാർശ ചെയ്യുന്നത്. സാധാരണയായി ഓരോ മാസവും ഒരോല എന്നാണ് കണക്ക്. തെങ്ങിൻ്റെ ജനുസ്, ലഭിക്കുന്ന പരിപാലനം, കാലാവസ്ഥ എന്നിവ അനുസരിച്ച് 25 ദിവസത്തിലെങ്കിലും ഓലകൾ വരാം. ഓരോ ഓലക്കവിളിലും ഓരോ പൂങ്കുലയും കാണുന്നതിനാൽ ഓല ഉൽപ്പാദനം അത്യുൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. പൂങ്കുല വിരിയുന്നതിനും ഏകദേശം 28 മുതൽ 30 മാസം മുൻപ് തന്നെ പൂങ്കുലയുടെ ഒരു പ്രാഗ്രൂപം മണ്ടയിൽ മുളപൊട്ടും. അതായത് നമ്മൾ വളമിടുന്ന സമയം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കാണാനായി ഏകദേശം 28 മുതൽ 30 മാസം വരെ കഴിഞ്ഞാൽ മാത്രമാണ് ആ വളപ്രയോഗത്തിൽ നിന്നുള്ള പൂങ്കുലയുടെ റിസൾട്ട് നമുക്ക് തെങ്ങിൻ മണ്ടയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. വിരിഞ്ഞ പൂങ്കുലയിലെ പെൺപൂക്കൾ തേങ്ങയാകാൻ ഏകദേശം 10 മുതൽ 12 മാസം വരെ സമയമെടുക്കും. തെങ്ങിൻ പൂക്കുലയിൽ ഏകദേശം 8000 മുതൽ 10000 ആൺപൂക്കളും 40 മുതൽ 80 വരെ പെൺപൂക്കളും കാണപ്പെടും. പെൺപൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളയ്ക്കയാണ്. വെള്ളയ്ക്ക പരാഗണത്തിന് ശേഷം തേങ്ങയായിട്ട് മാറുന്നു. എല്ലാ പെൺപൂക്കളും തേങ്ങയാകുന്നില്ല. നമ്മൾ കൊടുക്കുന്ന പരിചരണം, കാലാവസ്ഥ എന്നിവ അനുസരിച്ച് ഓരോ പൂങ്കുലയിലും എത്ര പെൺപൂക്കൾ അല്ലെങ്കിൽ എത്ര വെള്ളയ്ക്കകൾ നിൽക്കണം എന്നുള്ളത് നാളികേരത്തിന് കിട്ടുന്ന പരിചരണത്തിനനുസരിച്ചിരിക്കും. ഓരോ തെങ്ങിലെ മടലിൻ്റെ കനവും കുലത്തണ്ടിൻ്റെ ബലവും അനുസരിച്ചാണ് ഏകദേശം ഇത് തീരുമാനിക്കപ്പെടുന്നത്. 25 മുതൽ 40% വരെ പെൺപൂക്കൾ ഒരു പൂങ്കുലയിൽ നിൽക്കും. ബാക്കി പെൺപൂക്കൾ പൊഴിഞ്ഞു പോകും. കൂടുതൽ പെൺപൂക്കൾ നിലനിർത്താൻ സാധിച്ചാലാണ് നമ്മുടെ തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുക. ഇതിന് ചിട്ടയായ വളപ്രയോഗങ്ങൾ, ശാസ്ത്രീയ പരിചരണ മുറകൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തെങ്ങിൻ്റെ നാളികേര ഉൽപ്പാദനവും കൂട്ടാൻ പറ്റും. സൂര്യപ്രകാശം, മണ്ണ്, ജലം, വായു ഇത്തരത്തിലുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും പരമാവധി പ്രയോജനപ്പെടുത്തണം. തെങ്ങുകൾ തമ്മിൽ മത്സരം ഒഴിവാക്കാനായി കൃത്യമായ അകലം പാലിച്ച് 7.5 മീറ്റർ എങ്കിലും മിനിമം അകലം പാലിച്ചിരിക്കണം. ഇത്തരത്തിൽ നട്ട് 3 വർഷം കഴിഞ്ഞാലാണ് പൂർണ്ണ വളർച്ചയെത്തിയായി തെങ്ങായി നമ്മളതിനെ കണക്ക് കൂട്ടുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ തെങ്ങുകൾക്ക് രാസവളങ്ങളും അതോടൊപ്പം തന്നെ ജൈവവളങ്ങളും നൽകേണ്ടത് അനിവാര്യമാണ്. കായ്ഫലമുള്ള ഒരു തെങ്ങിന് ശുപാർശ ചെയ്തിരിക്കുന്ന പോഷകങ്ങളുടെ അളവ് ഒരു വർഷത്തിൽ 1 കിലോഗ്രാം യൂറിയ, 1.5 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 2 കിലോഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ്. ഇത് ഇടുന്നതിന് മുൻപായി ഒരു 15 ദിവസം മുൻപായി മണ്ണിൻ്റെ അമ്ലത്വം, അസിഡിറ്റി ലഘൂകരിക്കുന്നതിനായി രാസവളം ഇടുന്നതിന് 2 ആഴ്ച മുൻപായി കുമ്മായമോ ഡോളമൈറ്റോ ഒരു തെങ്ങിന് 1 കിലോഗ്രാം എന്ന കണക്കിൽ നൽകണം. ചില തെങ്ങിൻ്റെ ഓലകൾ വിരിയാൻ താമസം വരികയും പച്ച നിറത്തിൽ ഓലകൾ തമ്മിൽ ഒട്ടിച്ചേർന്ന് സാധാരണ ഫീൽഡുകളിൽ കാണാറുണ്ട്. ഇത് ബോറോണിൻ്റെ അഭാവമാണ്. ഇത് പരിഹരിക്കുന്നതിനായി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അത് ബോറോണിൻ്റെ കുറവാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം 160 ഗ്രാം ബോറാക്സ് 4 തവണകളിലായി 40 ഗ്രാം എന്ന തോതിൽ നമുക്ക് നൽകാവുന്നതാണ്. രാസവളങ്ങൾ ഇട്ട് 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ബോറാക്സ് നൽകേണ്ടത്. രാസവളം നൽകുന്നതോടൊപ്പം തന്നെ ഓരോ തെങ്ങിൻ തടത്തിലും 100 ഗ്രാം പയറ് വിത്ത് വിതച്ച് ഏകദേശം 10-40 ദിവസം കഴിയുമ്പോൾ, അതായത് ഈ പയറ് വിത്ത് ചെടികൾ പൂത്തു തുടങ്ങുമ്പോൾ അതിനെ പിഴുത് മണ്ണിലേക്ക് തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ചേർക്കുന്നതിലൂടെ ഒരു 150 ഗ്രാം നൈട്രജൻ നമ്മളുടെ തെങ്ങിന് തിരിച്ച് ലഭിക്കും. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ തെങ്ങിന് 20 മുതൽ 25 കിലോഗ്രാം വരെ പച്ചില വളങ്ങളും ലഭ്യമാക്കാവുന്നതാണ്. പച്ചില വളങ്ങൾ ഇടുന്നത് വഴി മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ചയും അതുവഴി തെങ്ങിൻ്റെ ആരോഗ്യവും ഇമ്പ്രൂവ് ആവുന്നതാണ്. തെങ്ങിൽ ഇത്തരത്തിൽ പറഞ്ഞ കണക്കിലുള്ള വളങ്ങൾ അതിൻ്റെ 1/3 മെയ് ജൂൺ മാസത്തിലും ബാക്കി 1/2 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും നൽകാവുന്നതാണ്. അതായത് ഒരു വർഷത്തേക്ക് ആവശ്യമായ വളങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് 2 പ്രാവശ്യമായി നൽകുന്നതാണ് പൊതുവിൽ പറയാറുള്ളത്. എങ്കിലും ജലസേചന സൗകര്യമുള്ള തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ വളത്തിൻ്റെ ഉപയോഗ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സ്പ്ലിറ്റുകളാക്കി കൊടുക്കാവുന്നതാണ്. കേരളത്തിൽ മിക്ക കർഷകരും പാലിക്കാത്ത ഒരു കാര്യം ജലസേചനവും പുതയിടയിലുമാണ്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം അറിയാവുന്ന കാര്യമാണ്, വേനൽക്കാലത്ത് വളരെയധികം ചൂട് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 വർഷത്തിലധികം പ്രായമുള്ള തെങ്ങുകൾക്ക് 4 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു 200 മുതൽ 250 ലിറ്റർ വരെ
ജലസേചനം വെള്ളം കൊടുക്കണം. ചെറിയ തെങ്ങുകൾക്കാണെങ്കിൽ 75 മുതൽ 80 ലിറ്റർ വരെയെങ്കിലും ജലം ആവശ്യമാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് നഷ്ടപ്പെടുന്നത് കുറവായിരിക്കും. അങ്ങനെയുള്ളിടത്ത് വെള്ളത്തിൻ്റെ അളവും കുറച്ച് കൊടുത്താൽ മതി. ജലസേചനത്തോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ തെങ്ങിൻ തടത്തിലെ ഈർപ്പം സംരക്ഷിക്കേണ്ടത്. മുൻപ് ഞാൻ സൂചിപ്പിച്ചു, തെങ്ങിന് ഉള്ളത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. 80% വേരുകളും തെങ്ങിൻ്റെ തടത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഈർപ്പം സംരക്ഷിക്കുന്നതിനായി തെങ്ങിൻ തടത്തിൽ പുതയിട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തെങ്ങിൽ നിന്നും ലഭിക്കുന്ന ഓലകളും മടലുകളും തന്നെ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. തെങ്ങിൻ തടത്തിൽ പുതയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തടിയോട് ചേർത്ത് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. തെങ്ങിൻ തടത്തിലോ ഇടസ്ഥലങ്ങളിലോ ഒക്കെ തൊണ്ട് മൂടുന്നത് മുതൽ ജലലഭ്യത ഉറപ്പാക്കാനും ഈർപ്പം നിലനിർത്താനും സാധിക്കുന്നുണ്ട്. കൂടാതെ തെങ്ങിൻ്റെ തൊണ്ടിലാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് വലിച്ചെടുക്കുന്ന പൊട്ടാഷ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ തൊണ്ട് നമ്മൾ പുതയിടാനായി ഉപയോഗിക്കുമ്പോൾ കുറച്ച് പൊട്ടാഷ് കൂടി തെങ്ങിന് തിരികെ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 30 സെൻറ്റിമീറ്റർ ആഴത്തിൽ ചെറിയ ചാലെടുത്ത് തൊണ്ട് കമഴ്ത്തി അടുക്കി അതിന് മുകളിൽ മണ്ണിട്ട് മൂടുക. അല്ലെങ്കിൽ 2 തെങ്ങിൻ്റെ വരികൾക്കിടയിൽ ഒരു 3 മീറ്റർ അകലത്തിൽ ഒരു 1/2 മീറ്റർ ആഴത്തിലും നീളവും വീതിയുമുള്ള ചാലുകളെടുത്ത് അതിനകത്ത് തൊണ്ട് മലർത്തി അടുക്കി മണ്ണിട്ട് മൂടാവുന്നതാണ്. ഈ 2 രീതികളിൽ ചെയ്യാം. ഒന്നുകിൽ തെങ്ങിൻ്റെ തടത്തിൽ അല്ലെങ്കിൽ തെങ്ങിൻ്റെ വരികൾക്കിടയിൽ. തെങ്ങ് എപ്പോഴും ഇടവിളകളോടൊപ്പം വളർത്തുന്നതാണ് ആദായകരമായ കൃഷിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. തെങ്ങ് ഒറ്റയ്ക്ക് വളർത്തി ഒരു കർഷകന് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ നല്ലത് തെങ്ങിനോടൊപ്പം മറ്റു ധാരാളം ഇടവിളകൾ നമുക്ക് വളർത്താവുന്നതാണ്. ധാരാളം ഇടവിളകളുമായി ചേർന്ന് പോകുന്ന ഒരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ക്രോപ്പാണ് തെങ്ങ്. കർഷകൻ്റെ വരുമാനം വർദ്ധിക്കുക മാത്രമല്ല, തെങ്ങിലെ രോഗകീടങ്ങളുടെ ആക്രമണം കൂടി കുറഞ്ഞിരിക്കും ഇത്തരത്തിൽ ഇടവിളകൾ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ. തെങ്ങോലകളിൽ തടസ്സമില്ലാതെ സൂര്യപ്രകാശം വീഴത്തക്ക വിധം ഇടവിളകൾ തെങ്ങിൻ തലപ്പിന് താഴെ നിൽക്കുന്ന വിധത്തിലാണ് ക്രമീകരിക്കേണ്ടത്. ഭാഗികമായി തണലിൽ വളരുന്നവയും വേരുപടലങ്ങൾ തെങ്ങുകൾക്കിടയിൽ ഒതുങ്ങുന്നതും അതാത് പ്രദേശത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും യോജിച്ചതും കുറഞ്ഞ പരിപാലനത്തിൽ വളരുന്നതുമായ ഇടവിളകളാണ് അഭികാമ്യമായിട്ടുള്ളത്. 7.5 മീറ്റർ അകലം പാലിച്ച് നടുന്ന തൈത്തെങ്ങുകളുടെ ഇടയിൽ അത്തരം തോട്ടങ്ങളിൽ ആദ്യ വർഷം ലാഭകരമായി വളർത്താവുന്ന ചില ഇടവിളകളാണ് ബന്ദിപ്പൂക്കളും പപ്പായയും. വെയിൽ ആവശ്യമുള്ള ഇവ ഹ്രസ്വകാലം കൊണ്ട് വിളവ് നൽകി കർഷകന് അധിക വരുമാനം നൽകുന്നു. തണൽ കൂടുതലുള്ള തെങ്ങിൻ തൊപ്പികളിൽ അനുയോജ്യമായ വർഷം തോറും പൂക്കൾ നൽകുന്ന ധാരാളം ഫ്ലോറിക്കൾച്ചർ ക്രോപ്പുകളുണ്ട്. അതായത് ഹെലിക്കോർണിയ, ഇതെല്ലാം നമുക്ക് നടാവുന്നതാണ്. തൈ നട്ട് 8 വർഷം വരെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കൈതച്ചക്ക, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ മുതലായ ഹ്രസ്വകാല വിളകൾ ഉൾപ്പെടുത്താവുന്നതാണ്. 8 മുതൽ 25 വർഷം വരെ ഭാഗികമായി തണൽ വളരുന്ന ചേന, ചേമ്പ്, കൈതച്ചക്ക, വാഴ, നേന്ത്രൻ ഒഴികെയുള്ള വാഴകളാണ് ഈ പാർഷ്യൽ ഷെയ്ഡിൽ ഭാഗികമായി മാത്രമേ തണലുണ്ടാവുകയുള്ളൂ, അതിൽ വളർത്താവുന്നതാണ്. അത് കഴിഞ്ഞ് 25 വർഷത്തിലധികം പ്രായമുള്ള തോട്ടങ്ങൾ, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഓലയെല്ലാം വളർന്നതുകൊണ്ട് ദീർഘകാല വിളകളായിട്ടുള്ള ജാതി, ഗ്രാമ്പു, മറ്റു ഫലവൃക്ഷങ്ങൾ ഇതെല്ലാം നടാവുന്നതാണ്. ദീർഘകാല വിളകൾ തെങ്ങിൻ തൈയുടെ കൂടെ നടുന്നതോടൊപ്പം തന്നെയാണെങ്കിൽ തെങ്ങിൻ തലപ്പിൻ മുകളിലേക്ക് വളരാതെ വെട്ടി ഒതുക്കി നിർത്തേണ്ടത് കൂടിയാണ്. ഇത്തരത്തിൽ തെങ്ങിൻ്റെ വിവിധ വളർച്ചാഘട്ടമനുസരിച്ച് തെങ്ങിൻ തലപ്പിന് താഴെ നിൽക്കത്തക്ക വിധത്തിൽ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഇടവിളകൾ ഉൾപ്പെടുത്തുകയും പശു, കോഴി, താറാവ്, ആട്, മത്സ്യം മുതലായവയുടെ കൃഷിയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് കാർഷിക വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും. തെങ്ങിൻ തോപ്പിന്റെ പരിപാലന മുറകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് നാളികേര വികസന ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആർ ദീപ്തി. കുട്ടികളുടെ ചർമ്മം അതീവ മൃദുലമാണ്. കെമിക്കലുകൾ ചേർന്ന സോപ്പുകളും ലോഷനുകളും ആ മൃദുത്വമെല്ലാം കവർന്നെടുക്കും. കുട്ടികൾക്ക് വേണം വെർജിൻ കോക്കനട്ട് ഓയിൽ. ശീലമാക്കൂ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ലൗറിക് ആസിഡിനാൽ സമൃദ്ധമായ വെർജിൻ കോക്കനട്ട് ഓയിൽ. സ്പോൺസർഡ് ബൈ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്. ഇനി നമുക്ക് തെങ്ങിനെ ബാധിക്കുന്ന 2 പുഴുക്കളെ കുറിച്ചറിയാം. പൂങ്കുലച്ചാഴിയും തെങ്ങോലപ്പുഴുവുമാണ് ആ 2 പുഴുക്കൾ. ഇവയെക്കുറിച്ച് വിശദീകരിക്കുന്നത് കായംകുളം CPCRIയിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ജിലു സാജൻ. പൂങ്കുലച്ചാഴി
അടുത്ത കാലത്തായി നാളികേര ഉൽപ്പാദനത്തിന് കൂടുതൽ വെല്ലുവിളിയായിക്കൊണ്ട് ഉയർന്നുവരുന്ന ഗുരുതരമായ കീടമാണ് പൂങ്കുലച്ചാഴി. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലും തീരപ്രദേശങ്ങളിലുമാണ് ഈ കീടത്തെ കൂടുതലായി കാണപ്പെടുന്നത്. നിംബുകളും ചാഴികളും മച്ചിങ്ങ അല്ലെങ്കിൽ ഇളം തേങ്ങയിൽ നിന്നുമാണ് നീരൂറ്റി കുടിക്കുന്നത്. തന്നിമിത്തം മച്ചിങ്ങ പൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ തേങ്ങയ്ക്ക് രൂപഭേദം സംഭവിക്കുകയോ ചെയ്യുന്നു. മോടത്തിലൂടെ നീരൂറ്റി കുടിക്കുന്നതോടൊപ്പം തന്നെ വിഷലിപ്തമായ ഇവയുടെ ഉമിനീർ കുത്തിവെക്കുകയും തന്നിമിത്തം മച്ചിങ്ങയുടെ പ്രതലങ്ങളിൽ കരിച്ചിൽ ഉണ്ടാവുകയും ഇത് പിന്നീട് കുഴികളായി രൂപപ്പെടുകയും ഇത്തരം മച്ചിങ്ങകൾ പൊഴിയുകയും ചെയ്യുന്നു. മച്ചിങ്ങ പൊഴിയാതെ നിൽക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ആകൃതിയിലുള്ള പാടുകൾ രൂപപ്പെടുകയും ഇത് കുഴികളായി മാറുകയും പശ പോലുള്ള ദ്രാവകം ഒലിച്ചു വരികയും ചെയ്യുന്നു. ചുക്കിച്ചുളിഞ്ഞ ചെറു മച്ചിങ്ങകളും അധിക മച്ചിങ്ങകളും പൊഴിഞ്ഞുപോയ കുലകളും ഇവയുടെ രൂക്ഷമായ ആക്രമണ ലക്ഷണങ്ങളാണ്. ഈർപ്പം കൂടുതലുള്ള മഴക്കാലത്തും മഴക്കാലത്തിന് ശേഷവുമാണ് ഇവയുടെ ആക്രമണം കാണപ്പെടുന്നത്. ഇവയുടെ നിംഫുകളെ ഭക്ഷിക്കുന്ന എതിർപ്രാണികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചുവന്ന ഉറുമ്പുകളുള്ള ഇവയുടെ ആതിഥേയ സസ്യങ്ങളിൽ ഇവയുടെ ആക്രമണം കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മണ്ട വൃത്തിയാക്കി വേപ്പെണ്ണ, സോപ്പ് എമൽഷൻ അല്ലെങ്കിൽ ക്ലോറാന്ത്രിനിപ്രോൾ എന്നിവ ഏതെങ്കിലും ഒന്ന് തളിക്കുന്നത് ഇവയ്ക്കെതിരെ ഫലവത്താണ്. ICR-CPCRയിൽ ഇവയുടെ മുട്ടകളെ പരാധീകരിക്കുന്ന മിത്രകീടങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തെങ്ങോലപ്പുഴു. തെങ്ങോലപ്പുഴു അഥവാ ഓലതീനി പുഴുക്കൾ തെങ്ങിനെ ബാധിക്കുന്ന ഒരു പ്രധാന കീടമാണ്. തീരപ്രദേശങ്ങളിലും ജലാശയങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും വളരുന്ന തെങ്ങുകളിലാണ് ഇവയുടെ ആക്രമണം സാധാരണ കണ്ടുവരുന്നത്. ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ തുടങ്ങി വേനൽക്കാലത്താണ് ഇവയുടെ ആക്രമണം രൂക്ഷമാകുന്നത്. ഇവയുടെ പുഴുക്കൾ ഓലയുടെ അടിവശത്തിരുന്ന് ഹരിതകം കാർന്നു തിന്നുന്നതിനാൽ ഓലയുടെ മുകൾ ഭാഗം വെളുത്ത പാടയായി കാണപ്പെടുന്നു. ഓലയുടെ അടിഭാഗത്ത് നിൽക്കുന്ന സിൽക്ക് നൂലും ഓലയുടെ അവശിഷ്ടങ്ങളും വിസർജ്യ വസ്തുക്കളും മറ്റും ചേർന്ന് നിർമ്മിക്കുന്ന കുഴൽക്കൂടുകളും പുഴുക്കളെയും കാണാം. ആക്രമണം രൂക്ഷമാകുമ്പോൾ നാമ്പോലയും അതിനോട് ചേർന്നുള്ള 2-3 ഓലകളും ഒഴിച്ച് ബാക്കി ഓലകൾ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നതായി കാണാം. തെങ്ങിൻ്റെ പ്രകാശ സംശ്ലേഷണ ശേഷിയും ഉൽപ്പാദനവും ഗണ്യമായി കുറയുകയും വളർച്ച മന്ദഗതിയിലാവുകയും മച്ചിങ്ങ പൊഴിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. തെങ്ങോലപ്പുഴുക്കളുടെ രൂക്ഷമായ ആക്രമണം 45% വരെ വിളവ് കുറയ്ക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവയെ നിയന്ത്രിക്കാനായി ജൈവിക കീട നിയന്ത്രണ മാർഗങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. നിരന്തരമായ നിരീക്ഷണത്തിലൂടെ തെങ്ങോലപ്പുഴുവിൻ്റെ സാന്നിധ്യം തുടക്കത്തിൽ തന്നെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. പുഴുബാധയേറ്റ പ്രായമായതും ഉണങ്ങിയതുമായ 2-3 ഓലകൾ ആദ്യമേ തന്നെ നീക്കം ചെയ്യുന്നത് തെങ്ങോലപ്പുഴുവിൻ്റെ വിവിധ ദശകളെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. പുഴുവിൻ്റെ ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഏതു ദശയാണ് കൂടുതൽ ഉള്ളതെന്നനുസരിച്ച് അനുയോജ്യമായ മിത്രകീടങ്ങളെ ഉപയോഗിച്ച് ഇവയെ ഫലപ്രദമായി തടയാനാവും. തെങ്ങോലപ്പുഴുവിനെ ഭക്ഷിക്കുന്ന നിരവധി ഇരപിടിയൻ പ്രാണികളും പരാദങ്ങളും പ്രകൃതിയിലുണ്ട്. തെങ്ങോലപ്പുഴുക്കളെ പരാധീകരിക്കുന്ന മിത്രകീടങ്ങളായ വോണിയോസസ് നെഫാൻഡിഡിസ് തെങ്ങ് ഒന്നിന് 20 എണ്ണം എന്ന തോതിലോ അല്ലെങ്കിൽ ബ്രാക്കോൺ പ്രിവിക്കോണിസ് ഒരു തെങ്ങിന് 30 എണ്ണം എന്ന തോതിലോ തെങ്ങിൻ തോപ്പിൽ തുറന്നുവിടുക. പ്യൂപ്പയാകുന്നതിന് തൊട്ട് മുൻപുള്ള പുഴുക്കളെ പരാധീകരിക്കുന്ന ഇലാസ്മസ് നെഫാൻഡിഡിസ് എന്ന മിത്രകീടം 100 പ്രീപ്യൂപ്പയ്ക്ക് 49 എണ്ണം എന്ന തോതിൽ വിടുക. അല്ലെങ്കിൽ ബ്രാക്കിമേറിയ നൊസറ്റോയി എന്ന മിത്രകീടം 100 പ്യൂപ്പയ്ക്ക് 39 എണ്ണം എന്ന തോതിൽ തുറന്നുവിടുക. തെങ്ങിൻ തോപ്പിൽ തുറന്നുവിടുന്നതിന് മുമ്പ് എതിർപ്രാണികൾക്ക് ആവശ്യമായ തേൻ നൽകുകയും തെങ്ങോലപ്പുഴുവിൻ്റെ ഗന്ധം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് മിത്രകീടങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. തെങ്ങോലപ്പുഴുവിൻ്റെ അതിരൂക്ഷമായ ആക്രമണമുള്ള സ്ഥലങ്ങളിൽ ക്ലോറാന്ത്രനിപ്രോൾ എന്ന കീടനാശിനി 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഓലകളുടെ അടിവശത്ത് തളിക്കുക. കീടബാധയുള്ള മേഖലകളിൽ നിന്ന് കീടവിമുക്ത മേഖലയിലേക്ക് തെങ്ങിൻ തൈകൾ അല്ലെങ്കിൽ തെങ്ങോലകൾ കൊണ്ടുപോകാതെ സൂക്ഷിക്കണം. തെങ്ങിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മതിയായ ജലസേചനവും ശുപാർശ ചെയ്തിട്ടുള്ള വളപ്രയോഗവും ഉറപ്പുവരുത്തുക. പൂങ്കുലച്ചാഴിയെയും തെങ്ങോലപ്പുഴുവിനെയും കുറിച്ച് CPCRIയിലെ ശാസ്ത്രജ്ഞ ജിലു സാജൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് നാളികേര വികസന ബോർഡിന്റെ നാളികേര വിത്തുൽപാദനം, തോട്ടം സ്ഥാപിക്കൽ എന്നീ പദ്ധതികളെക്കുറിച്ച് അറിയാം. ഈ പദ്ധതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് നാളികേര വികസന ബോർഡിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ R. ജയനാഥ്.
നാളികേര വിത്തുൽപാദനത്തോട്ടം സ്ഥാപിക്കൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിച്ചിട്ടുള്ള ഗുണമേന്മയുള്ള വിത്തുൽപാദനത്തോട്ടങ്ങൾ പോലെ സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് പൊതുമേഖലയിലും ചെറിയ വിത്തുൽപാദനത്തോട്ടം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. കൃത്യമായ പരിചരണ മുറകളിലൂടെ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന നെടിയ കുറിയ ഇനങ്ങൾ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി പരിപാലിച്ച് ഭാവിയിൽ D*T അല്ലെങ്കിൽ T*T സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. പൂരിപ്പിച്ച നിർദ്ദിഷ്ട അപേക്ഷ വിത്തുൽപാദനത്തോട്ടത്തിൻ്റെ പദ്ധതി രേഖ സഹിതം ബോർഡിൽ സമർപ്പിക്കേണ്ടതാണ്. ഈ പദ്ധതിയിൽ വിത്തുൽപാദനത്തോട്ടം സ്ഥാപിക്കുവാൻ മിനിമം 2 ഹെക്ടർ അതായത് 5 ഏക്കർ സ്ഥലം കർഷകന് സ്വന്തമായി ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ബോർഡ് രൂപീകരിച്ചിട്ടുള്ള സമിതി അപേക്ഷകന്റെ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും പരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുകയും ചെയ്യും. അതിനുശേഷം അപേക്ഷകന് പ്രാരംഭ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. 2 ഹെക്ടറിൽ മൊത്തം ചെലവിൻ്റെ 50% അതായത് പരമാവധി 7.2 ലക്ഷം രൂപ വരെ 3 വാർഷിക തവണകളായി നിബന്ധനകൾക്ക് വിധേയമായി നൽകുന്നതാണ്. പരമാവധി 4 ഹെക്ടർ വരെ ഈ പദ്ധതിയിൽ വിത്തുൽപാദനത്തോട്ടം സ്ഥാപിക്കുവാൻ പരിഗണിക്കാവുന്നതാണ്. നാളികേര വികസന ബോർഡിന്റെ നാളികേര വിത്തുൽപാദനം, തോട്ടം സ്ഥാപിക്കൽ എന്നീ പദ്ധതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാളികേര വികസന ബോർഡിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ R. ജയനാഥ്. ഇനിയൊരു റിപ്പോർട്ടാണ്. കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നാളികേര വികസന ബോർഡിന്റെ വിവിധ പദ്ധതികളെ വിലയിരുത്തി. ഒരു റിപ്പോർട്ട് കേൾക്കാം. നാളികേര വികസന ബോർഡ് നടപ്പാക്കി വരുന്ന വനിതാ സംരംഭകത്വവും കർഷക കേന്ദ്രീകൃത പദ്ധതികളെയും കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് താക്കൂർ പ്രശംസിച്ചു. കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരം മാതൃകകൾ രാജ്യവ്യാപകമായി പുനരാവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന നാളികേര സംസ്കരണ യൂണിറ്റും നാളികേര കർഷക ക്ലസ്റ്റർ പ്രദേശങ്ങളും മന്ത്രി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച സന്ദർശിച്ചു. മൂല്യവർധന പദ്ധതികളും കർഷക കേന്ദ്രീകൃത ഇടപെടലുകളും വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം. വനിതാ സംരംഭകയായ ശ്രീമതി സുമില ജയരാജിന്റെ ഉടമസ്ഥതയിൽ ബോർഡിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഓറ ഇന്റർനാഷണൽ സന്ദർശിച്ച മന്ത്രി സംരംഭത്തിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും കാർഷികാധിഷ്ഠിത മൂല്യവർദ്ധനവ്, സംസ്കരണ മേഖലയിൽ വനിതാ സംരംഭകത്വത്തെ കേന്ദ്ര ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക മൂല്യ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിലും സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. നിലവാരം കുറഞ്ഞ തൂൾ തേങ്ങ ഇറക്കുമതി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക സംരംഭകർ മന്ത്രിയെ ധരിപ്പിക്കുകയുണ്ടായി. നാളികേര കർഷകരുടെയും സംരംഭകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇത്തരം ഇറക്കുമതികൾ നിയന്ത്രിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. ബോർഡിന്റെ സഹായത്തോടെ നാളികേര കർഷക സംഘങ്ങളെ ഏകോപിപ്പിക്കൽ, തെങ്ങുകയറ്റ പരിശീലനം, സംയോജിത നാളികേര സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം എന്നിവയിൽ സജീവമായ സംഘടനയായ തൃശൂരിലെ ഗ്രീൻ ആർമി NGO സന്ദർശിച്ച മന്ത്രി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വിലസ്ഥിരത ഉറപ്പാക്കുന്നതിന് പൊതുവിതരണ സംവിധാനത്തിലൂടെ വെളിച്ചെണ്ണ വിതരണം പരിഗണിക്കണമെന്ന് ഗ്രീൻ ആർമി ആവശ്യപ്പെട്ടു. നാളികേര വികസന ബോർഡിന്റെ കർഷക കേന്ദ്രീകൃത പദ്ധതികൾ കർഷക പങ്കാളിത്തം, സാങ്കേതിക വിദ്യകളുടെ സ്വീകാര്യത, വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗം, സുസ്ഥിര വരുമാന വർധനവ് എന്നിവ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നാളികേര കർഷകരുടെ ക്ഷേമത്തിനായി ബോർഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെയും നാളികേര മേഖലയിൽ വർദ്ധിച്ച നിക്ഷേപത്തിൻ്റെയും ആവശ്യകത
അദ്ദേഹം എടുത്തു പറഞ്ഞു. നാളികേര വികസന ബോർഡ് തൃശൂർ ജില്ലയിലെ വേളൂർ, പുലിയന്നൂർ എന്നിവിടങ്ങളിൽ സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതി കേരാധിഷ്ഠിത ഇടവിളകളിലൂടെ നടപ്പിലാക്കുമെന്ന് നാളികേര കർഷക ക്ലസ്റ്ററുകൾ സന്ദർശിച്ച മന്ത്രി അഭിപ്രായപ്പെട്ടു. കർഷക കൂട്ടായ്മകളിലൂടെ 2025-26 കാലയളവിൽ കേരളത്തിൽ 8300 ഹെക്ടർ സ്ഥലത്ത് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഏകദേശം 33,250 കർഷകർക്ക് പ്രയോജനം ലഭിക്കും. ബോർഡ് ഈ വർഷം രാജ്യത്തുടനീളം 27,000 ഹെക്ടർ വിസ്തൃതി പ്രദേശത്ത് ഈ പദ്ധതി നടപ്പിലാക്കും. മെച്ചപ്പെട്ട പരിപാലന രീതികൾ, ഇടവിളകൾ, മണ്ണിൻ്റെ ആരോഗ്യ പോഷണ നടപടികൾ എന്നിവ സ്വീകരിക്കാൻ ഈ പദ്ധതി കർഷകരെ സഹായിക്കുന്നു. നാളികേര വികസന ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി ഉൽപാദനക്ഷമതാ വർധനയിലൂടെയും വിള വൈവിധ്യവൽക്കരണത്തിലൂടെയും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടുമായി ഈ ശ്രമങ്ങൾ ഒന്നിച്ചു പോകുന്നതായി അഭിപ്രായപ്പെട്ടു. CMFRI ആസ്ഥാനത്ത് നാളികേര വികസന ബോർഡ് സംഘടിപ്പിച്ച നാളികേര പ്രദർശനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പവലിയനിൽ പ്രദർശിപ്പിച്ചിരുന്ന വിവിധ നാളികേര അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും കരകൗശല വസ്തുക്കളെയും കുറിച്ച് ബോർഡിലെ ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് വിശദീകരിച്ചു കൊടുത്തു. കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് ഠാക്കൂർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നാളികേര വികസന ബോർഡിന്റെ വിവിധ പദ്ധതികളെ വിലയിരുത്തി. റിപ്പോർട്ടാണ് കേട്ടത്. ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: കേരളത്തിൽ വിത്തുതേങ്ങ ശേഖരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? ഉത്തരം: ജനുവരി മുതൽ മെയ് വരെയാണ് വിത്തുതേങ്ങ ശേഖരിക്കാൻ പറ്റിയ സമയം. ഈ കാലയളവ് പൊതുവെ വരണ്ട കാലമായതിനാൽ ഏകദേശം 12 മാസം പൂർത്തിയാക്കിയ പൂർണ്ണമായി പാകമായ തേങ്ങകൾ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ ആരംഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങുമ്പോൾ നട്ടാൽ പ്രാരംഭ വളർച്ച മികച്ചതായിരിക്കും. വർഷം മുഴുവൻ വിത്തുതേങ്ങ ശേഖരണം സാധ്യമാണെങ്കിലും ജനുവരി മുതൽ മെയ് വരെയുള്ള ശീതകാല വസന്തകാലഘട്ടമാണ് ഗുണമേന്മയുള്ള നട്ടുവളർത്തൽ വസ്തുക്കൾ ലഭിക്കാൻ ഏറ്റവും മികച്ച കാലം. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം സുഷമ അനിൽ. കൽപ്പവൃക്ഷത്തിന് കരുതലായി നാളികേര വികസന ബോർഡ് പരമ്പരയുടെ ഈ അധ്യായം സമാപിക്കുന്നു. ഈ പരിപാടിയുടെ പ്രായോജകർ നാളികേര വികസന ബോർഡ്. വയലും വീടും സമാപിക്കുന്നു.